പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അതിഥി CNN GHSലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാനിന്ന് നിങ്ങൾക്ക് കുറച്ച് പിക്ചേഴ്സ് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ കൃത്യമായ മറുപടി നൽകണം. ആദ്യമായി ഞാനൊരു ഡ്രോയിങ് കാണിച്ചു തരാം. നിങ്ങൾ അതിൽ ആദ്യമായി എന്താണോ കാണുന്നത് അത് പറയണം. മിക്കവരും ഇതിലൊരു മരത്തെയായിരിക്കും ആദ്യം കാണുക. കാരണം മരമാണ് ഇതിലെ പ്രധാന ഘടകം. നിങ്ങൾ മരത്തെയാണോ കണ്ടത്? അതിനർത്ഥം നിങ്ങളുടെ സമീപനത്തിൽ കൂടുതൽ യുക്തിസഹവും ചിന്തയുമുള്ളവരായിരിക്കും നിങ്ങൾ. ഇനി നിങ്ങളിതിൽ രണ്ട് മനുഷ്യരുടെ മുഖമാണോ കണ്ടത്? അതിനർത്ഥം നിങ്ങളുടെ ബുദ്ധിയും കഴിവുകളും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണ്. ഇനി നിങ്ങൾ 3 മീനുകളെയാണ് കണ്ടതെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും വളരെയധികം അപൂർവമാണ്. നിങ്ങൾ നിങ്ങളുടെ പ്രിയരെ വളരെയധികം സ്നേഹിക്കുന്നതാണ് ഇതിനർത്ഥം. അടുത്തതും ഒരു ഡ്രോയിങ് തന്നെയാണ്. ഈ പിക്ചറിൽ ആദ്യമായി നിങ്ങൾ എന്ത് മുഖമാണ് കാണുന്നതെന്ന് പറയണം. ചിലർ ഒരു സ്ത്രീയാണ് കാണുന്നത്, ഒരു യങ് ലേഡിയെ, അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീയെ. എന്നാൽ ചിലർ ഒരു വയസ്സായ സ്ത്രീയാണ് കാണുക, നിങ്ങളെ നോക്കി ചിരിക്കുന്നത്. ഇത് വളരെ ഫേമസ് ആയ ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷനാണ്. ഇതിൻ്റെ പേര് മൈ വൈഫ് ആൻഡ് മദർ ഇൻ ലോ എന്നാണ്. അടുത്തതായി ഞാൻ 2 പിക്ചേഴ്സ് കാണിച്ചു തരാം. നടുക്കുള്ള വരയുടെ നീളം ഏതിനാണ് കൂടുതൽ എന്ന് നിങ്ങൾ പറയണം. ഇത് ഫിഗർ എ, ഫിഗർ ബി. നടുക്കത്തെ വര ഏതാണ് വലുത്? നിങ്ങളുടെ ഉത്തരം ഫിഗർ എ ആണ്. എങ്കിൽ ആ ഉത്തരം തെറ്റാണ്. കാരണം ഈ രണ്ടിൻ്റെയും നീളം ഒന്നു തന്നെയാണ്. എന്താണ് ഇതിനെല്ലാം കാരണങ്ങൾ? ഇതാണ് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ. ചില മനഃശാസ്ത്രജ്ഞർ ഒരു വ്യക്തിയുടെ വ്യക്തിത്വവും സ്വഭാവവും പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ഈ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ. നിങ്ങളുടെ മസ്തിഷ്കം കാഴ്ചകളുടെ കഴിവിന് പകരം നിങ്ങളിലുണ്ടാകുന്ന ധാരണയെ എങ്ങനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കാനാണ് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ സഹായിക്കുന്നത്. ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്ന പ്രതിഭാസം യാഥാർത്ഥ്യത്തിൽ നമ്മുടെ മനസ്സുകളെയും കണ്ണിനെയും അതുവഴി തലച്ചോറിനെയും പറ്റിക്കുകയാണ്. ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ ഒരു വലിയ പരിധി വരെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ഗ്രീക്കിലാണ് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ രൂപം കൊണ്ടത്. അന്നത്തെ കാലത്തെ ശില്പകലകളിൽ ഒപ്റ്റിക്കൽ ഇല്യൂഷന് വലിയൊരു സ്ഥാനം തന്നെ ഉണ്ടായിരുന്നു. വിക്ടർ വെസറല്യാണ് ദ ഫാദർ ഓഫ് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്നറിയപ്പെടുന്നത്. ഒപ്റ്റിക്കൽ ഇല്യൂഷനെ നമുക്ക് 3 ആയി തിരിക്കാം: ലിറ്ററൽ ഇല്യൂഷൻ, കോഗ്നിറ്റീവ് ഇല്യൂഷൻ ആൻഡ് സൈക്കോളജിക്കൽ ഇല്യൂഷൻ. ഒപ്റ്റിക്കൽ ഇല്യൂഷൻ കൊണ്ട് നിർമ്മിച്ച തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്ന ഐരാവതേശ്വര ക്ഷേത്രമാണ് ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ക്ഷേത്രം. ഇത് 12ാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചത്. 3 ഡയമെൻഷൻ അഥവാ 3D ഒപ്റ്റിക്കൽ ഇല്യൂഷനെ നമ്മൾ ഓട്ടോസ്റ്റീരിയോഗ്രാം എന്ന് പറയുന്നു. ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്ന വാക്കിലെ ഇല്യൂഷൻ എന്ന വാക്ക് ലാറ്റിൻ പദത്തിലെ ഇല്യൂഡറെ എന്ന വാക്കിൽ നിന്നാണ്. ഇല്യൂഡറെ എന്ന വാക്കിൻ്റെ അർത്ഥം ടു മോക്ക് അഥവാ കളിയാക്കുക എന്നാണ്. ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്ന മായാലോകത്തെക്കുറിച്ച് നമ്മൾ ഇനിയും ഒരുപാട് അറിയാനുണ്ട്. ഈ വീഡിയോയിലൂടെ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ്റെ കുറച്ച് കാര്യമെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.